നമസ്കാരം. ഒപ്പത്തിലേക്ക് സ്വാഗതം. ഒപ്പത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോയി വാരികാട്ടാണ്. റോയി വാരികാട്ടിനെ ഒപ്പത്തിലേക്ക് സ്വാഗതം ചെയ്തതിനൊപ്പം ഒരു കൗതുകരമായ വിഷയം കൂടിയുണ്ട്. കാരണം 2020 ഇടുക്കി ജില്ലയിൽ കാലുകുത്തി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കിഴക്കമ്പല മോഡൽ ഇടുക്കിയിലും സാധ്യമാക്കും എന്നതാണ് റോയി വാരികാട്ട് ഈ സമൂഹത്തിനോട് പങ്കുവയ്ക്കുന്ന വാഗ്ദാനം. എന്തായാലും അദ്ദേഹത്തോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം റോയി. നമസ്കാരം. ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു 2020 ഒരു മാജിക്, അത് ഇടുക്കിയിൽ പ്രതീക്ഷിക്കാമോ? എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? നിയമസഭയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തൊടുപുഴ നിയോജക മണ്ഡലം അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിന് ആവശ്യമായ വളർച്ചയ്ക്കാവശ്യമായ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷം, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷമായി സ്തംഭനാവസ്ഥയിലാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ആവശ്യമായ ഒരുപിടി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തൊടുപുഴയിൽ രാത്രി തൊടുപുഴയിലേക്ക് 9 മണി കഴിഞ്ഞൊരു സാധാരണ യാത്രക്കാരന് എത്തണമെങ്കിൽ യാതൊരു യാത്രാ സൗകര്യമില്ല. പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കോ കാറോ വിളിച്ച് പാലായിൽ നിന്നോ ഇടുക്കിയിൽ നിന്നോ മൂവാറ്റുപുഴയിൽ നിന്നോ വരേണ്ട സ്ഥിതിയാണ്. തൊടുപുഴ ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് 8-10 കോടി രൂപ മുടക്കി പണിതിട്ട് മഴയത്ത് കുടയും ചൂടി അകത്ത് നിൽക്കേണ്ട സ്ഥിതിയാണ്. ഇത്രയും അശാസ്ത്രീയമായി പണിത, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേരളത്തിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പണിതതിൽ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കെട്ടിട നിർമ്മാണമാണ് അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി തൊടുപുഴയിൽ നിന്ന് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുക. സാധാരണക്കാർക്ക് തൊടുപുഴ നിരവധി വലിയ സ്വകാര്യ സംരംഭങ്ങളുള്ള ഹോസ്പിറ്റലുകളുണ്ട്. തൊടുപുഴ ഒരു ജില്ലാ ജനറൽ ആശുപത്രി ഫുൾ സ്വിങ്ങിൽ പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കാരണം സാധാരണക്കാർക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ വലിയ ഭീമമായ തുക വരുന്ന സ്ഥിതി ഉണ്ടായിരിക്കുക. ചികിത്സാരംഗം തൊടുപുഴയിലെ ഇതിനു മുമ്പുണ്ടായിരുന്ന ആരെയും ഞാൻ ആക്ഷേപമായിട്ട് പറയുന്നില്ല. തൊടുപുഴത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകാരുടെ താല്പര്യത്തിന് വഴങ്ങി തൊടുപുഴത്തെ താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ളതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ച് നിർത്തിയിരിക്കുക. പാവപ്പെട്ട സാധാരണ രോഗികൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് ഒരു ചികിത്സാ സൗകര്യം ഇപ്പം അന്യമായിരിക്കുക. തൊടുപുഴയിൽ ഈ ജില്ലയിൽ തന്നെ ഞാൻ ജനപ്രതിനിധിയായി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ യൂറോപ്യൻ യൂണിയൻ്റെ സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ ഹെഡ് എൻ്റെ വലിയൊരു സ്നേഹിതനാണ്. 2500 കോടി രൂപയുടെ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി എനിക്ക് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ സംരംഭമായി അത് മാറും. കാരണം ഈ താഴെ ലോ റേഞ്ചിൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയും അനുബന്ധ തണുപ്പുള്ള പ്രദേശങ്ങളായ മൂന്നാറും പീരുമേടും അനുബന്ധ സ്റ്റേഡിയങ്ങളും കൂടി വന്നാൽ ഒരു പക്ഷേ ഇന്ത്യയിലെ സ്പോർട്സ് ഭൂപടത്തിൽ ഈ ഇടുക്കി ജില്ല വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ജില്ലയുടെ മുഖം തന്നെ മാറുന്ന സംരംഭമായി അത് മാറും. തൊടുപുഴയിൽ അടുത്തതായി വരേണ്ടത് തൊടുപുഴയിലെ കാർഷിക സ്ഥലമെന്നുള്ള നിലയിൽ 80% കൃഷിക്കാർ ജീവിക്കുന്ന പ്രദേശം എന്നുള്ള നിലയിൽ തൊടുപുഴയിൽ കാർഷികോൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള ക്രമീകരണം തൊടുപുഴ ഉണ്ടാവും. തൊടുപുഴയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ IT പാർക്കുകൾ തൊടുപുഴ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി IT പാർക്കുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. IT പാർക്കുകളും ഇതുപോലുള്ള അനുബന്ധ സ്ഥാപനങ്ങളും വന്നു കഴിയുമ്പോൾ വലിയ മാറ്റം തൊടുപുഴയ്ക്കുണ്ടാവും. തൊടുപുഴ ഇത്രയും വർഷമായിട്ട് ഒരു നല്ല, ഇപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് ഒരു 15 വയസ്സ് തൊട്ട് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ടാബ് ഉപയോഗിച്ച് ലൈബ്രറി സൗകര്യം ഫ്രീ ആയി 1000-1500 കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ലൈബ്രറി സൗകര്യം ഇതുപോലൊരു ടൗണിൽ ഇല്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. തൊടുപുഴ ടൗണിൽ ആ ഒരു സൗകര്യം 1500 കുട്ടികൾക്ക് ടാബ് ഉപയോഗിച്ച് 24 മണിക്കൂറും ലൈബ്രറി സൗകര്യം ഫ്രീ ആയി വൈഫൈ ഉപയോഗിച്ച്
ഉപയോഗിക്കാനുണ്ടെങ്കിൽ അതൊരു വലിയ മുഖച്ഛായ മാറുന്ന കാര്യമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുക. വലിയ ഒരു ലൈബ്രറി സൗകര്യം തൊടുപുഴയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ PT തോമസ് MLA ആയിരിക്കുമ്പോൾ തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച റവന്യൂ ടവറിൻ്റെ അഡീഷണൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 1-2 കോടി രൂപയുടെ ഫയലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് PJ ജോസഫ് MLA ആയിട്ട് വരുന്നത്. അത് മണ്ണിട്ട് മൂടി 2 കോടി രൂപയോളം ഉള്ള അത് മുഴുവൻ നിത്യസ്മാരകമായിട്ടുണ്ട്. 2 കോടി രൂപയാണ് ഈ ജനങ്ങളുടെ നികുതി പണമാണ് അവിടെ മണ്ണിട്ട് മൂടി കിടക്കുന്നത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന്, കൃഷിക്കാരുടെ വികസനത്തിന്, തൊഴിലാളികളുടെ വരുമാന വർധനവിന് ഈ പുതിയ സംരംഭങ്ങൾ വന്നില്ല എങ്കിൽ തൊടുപുഴ അതിൻ്റെ ഒരു സ്വാഭാവിക പിന്നോട്ടുള്ള പോക്കിലേക്ക് നീങ്ങും എന്ന കാര്യത്തിന് സംശയമില്ല. വിദ്യാഭ്യാസ, ആരോഗ്യ, സ്പോർട്സ്, ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതയുള്ള നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൊടുപുഴ. ഇടുക്കി ജില്ല ലോകത്തിലെ തന്നെ, ഞാനൊരു ലോകത്തൊരു 40 രാജ്യത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇടുക്കി ജില്ലയുടെ അത്രയും ഭംഗിയുള്ള ഭൂപ്രകൃതിയുള്ള പ്രദേശം തന്നെ വളരെ ചുരുക്കമാണ്. അതിൽ തൊടുപുഴയിൽ മലങ്കരയിൽ അവിടെ ഇപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ദുബായ് ആസ്ഥാനമായുള്ളൊരു കമ്പനിക്ക് ബഹുമാന്യനായ റോഷി അഗസ്റ്റിന് അനുമതി കൊടുത്തിരിക്കുമ്പോൾ ആ അനുമതി കൊടുത്തത് ശരിയല്ല എന്ന് 100 ഏക്കർ സ്ഥലം ഇടുക്കി തൊടുപുഴ മലങ്കര ഡാമിനോട് ചേർന്നുള്ള 100 ഏക്കർ സ്ഥലം അനുവദിച്ചപ്പോൾ കമ എന്നൊരക്ഷരം പറയാതെ, നിഷേധിക്കാതെ അത് ശരിയല്ല എന്ന് ഉറക്കെ പറയാതിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന പിൻവാതിലിലൂടെ പിറകിലൂടെ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിന് അറിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാവശ്യം കോട്ടയത്തു നിന്നൊരു സ്ഥാനാർത്ഥി തൊടുപുഴ വന്നത് എന്ന് ഞാൻ സംശയിക്കുക. ഈ കാർഷിക മേഖല, കാർഷിക ജില്ലയാണല്ലോ. പൊതുവെ കാർഷിക മേഖലയായിട്ടുള്ള പ്രശ്നങ്ങൾ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇടുക്കിയുടെ കാർഷിക മേഖല, പ്രത്യേകിച്ച് തൊടുപുഴ ഒരു കാർഷിക പ്രദേശമാണ്, റബ്ബർ, അതുപോലെ തന്നെ മറ്റ് കൃഷികളുമായി ഉപജീവനം നടത്തുന്ന ഒരു ജനഭാവം ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ അതിനെ എത്രമാത്രം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? എന്താണ് നിങ്ങളുടെ ഈ ഫ്യൂച്ചർ പ്ലാൻ? 42 ലക്ഷത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി തടഞ്ഞു വച്ചിരിക്കുന്ന സ്ഥിതിയാണ്. ഈ 50 വർഷം MLAയും നിരവധി പ്രാവശ്യം മന്ത്രിയാവുകയും ചെയ്ത റവന്യൂ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്ത PJ ജോസഫിന് കുറ്റകരമായ അനാസ്ഥ വീഴ്ച PJ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 64-ലെ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്ത് കൃഷിക്കാരെ സഹായിക്കുന്നതിനും അവർക്ക് പട്ടയം കൊടുക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ഭൂമി ഉപയോഗിക്കുന്നതിനും വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ച് അതിന് കൃഷിക്കാരെയും ഈ ഹൈറേഞ്ചിൽ ലോ റേഞ്ചിലും താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യം നടക്കുമ്പോൾ കേരള നിയമസഭയുടെ മുമ്പിൽ അദ്ദേഹം ഒരു ദിവസം 24 മണിക്കൂർ നിരാഹാരം ഇരുന്നാൽ ഇദ്ദേഹത്തെ പോലെ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ഇരുന്നിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു പോയതിനെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരു കാലത്തും കൃഷി വകുപ്പ് വേണമെന്നാവശ്യപ്പെടുകയോ കൃഷിക്കാർക്ക് വേണ്ടി ഈ ഉപരിവിപ്ലവകരമായ ചില കാര്യങ്ങൾ പറയുകയും ഒരു 2 പശുക്കളെ നന്ദിനിന്നോ ഏതെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് വിളിക്കുകയും ചെയ്യുന്നത് ഒഴിച്ചാൽ അദ്ദേഹം ഒരു കാര്യവും കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട, റബ്ബർ കൃഷിക്കാർക്ക് ബന്ധപ്പെട്ട, ഏലം കൃഷിക്കാർക്ക് ബന്ധപ്പെട്ട, ചെറുകിട കൃഷിക്കാർക്ക്, തന്നാണ്ട് വിള കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാർക്ക് ഗുണകരമായ ഒരു കാര്യവും തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം, ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ 2 പത്രക്കാർ പോയി അദ്ദേഹത്തിൻ്റെ പറമ്പ്, അദ്ദേഹത്തിൻ്റെ പുരയിടം ഒന്ന് പരിശോധിച്ചാൽ കുറേ മരങ്ങൾ ശുശ്രൂഷിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു നല്ല കൃഷിക്കാരൻ പോലുമാണ് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. പിന്നെ ഊതി വീർപ്പിച്ച ചില മാധ്യമങ്ങളുടെ ഊതി വീർപ്പിച്ച ഒരു മുഖം മാത്രമാണ് കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക്, ഈ ജില്ലയിലെ കർഷകരുടെ പ്രതിനിധിയായ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന ജോസഫ് എല്ലാ കാലത്തും ബുദ്ധിപരമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നല്ലാതെ കൃഷിക്കാർക്കൊരു ഉപകാരവും അദ്ദേഹത്തെ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കൊണ്ടോ ഉണ്ടായിട്ടില്ല.
ഈ പി.ജെ. ജോസഫിന് പ്രായം ആയി, ആ പ്രായത്തിൻ്റെ പരിഗണിച്ചുകൊണ്ട് മകനെയാണ് ഈ പ്രാവശ്യം ഒരു യുവത്വത്തിൻ്റെ ഒരു മുഖം ഉണ്ടല്ലോ, അത് താങ്കൾക്കൊരു വെല്ലുവിളിയാകുമോ? എനിക്ക് വെല്ലുവിളിയാണോ എന്നുള്ളതല്ല അതിനകത്ത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പി.ജെ. ജോസഫിനെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ 50 വർഷം തിരഞ്ഞെടുത്ത് MLA ആയി തിരഞ്ഞെടുത്ത ജനമാണ്. ഞാനും 2016 അദ്ദേഹത്തോട് മത്സരിച്ച് ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് തോറ്റയാളാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം പറയാനും അത് സഹിഷ്ണുതയോടെ കേൾക്കാനുമുള്ള മനസ്സാണ്. 50 വർഷത്തിന് ഉള്ളിൽ 55 വർഷമായി അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്ന പലരും മിടുക്കരായ പലരെയും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെ ഒരു നിയോജകമണ്ഡലം കമ്മിറ്റിയുടെയോ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ചോദ്യങ്ങളിലൂടെയോ അല്ലാതെ, അഭിപ്രായ സമന്വയത്തിലൂടെ അല്ലാതെ, അഭിപ്രായ വോട്ടെടുപ്പിലൂടെ അല്ലാതെ അദ്ദേഹത്തെ മകനെ അവരോധിച്ചു, നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവരോധിച്ചു എന്ന് പറയുന്നത് വലിയ തെറ്റാണ്, ജനാധിപത്യത്തോട് ചെയ്യുന്ന തെറ്റാണ്. അത് കാരണം ഇന്ത്യ മഹാരാജ്യത്ത് കോടിക്കണക്കിന് സാധാരണ മനുഷ്യരുടെ രക്തത്തിൽ കുതിർത്തെടുത്ത ദേശീയ പതാകയാണ് ഇന്ത്യ മഹാരാജ്യം ആദരവോടെ കാണുന്നത്. ആ മഹാരാജ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കുടുംബാധിപത്യം ആരംഭിച്ചിട്ട് കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയെ, ജനഹൃദയങ്ങളുണ്ടായിരുന്ന പാർട്ടി ഇന്ന് അന്യം നിന്ന് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ഈ കുടുംബാധിപത്യമാണ്. കുടുംബത്തിൻ്റെ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഈ കേരളത്തിൽ കെ കരുണാകരൻ തൊട്ട് AK ആന്റണി തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിമാരായി ജനഹൃദയങ്ങളിൽ എത്തിയിട്ടുണ്ട്. EMS അച്യുതമേനോൻ, അച്യുതാനന്ദൻ, പിണറായി വിജയൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഇവരൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് ജനങ്ങളിലൂടെ വന്ന് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതാണ്. ഇത് മുകളിൽ നിന്ന് മകനെ നൂൽപാലത്തിലൂടെ ഇറക്കി തൊടുപുഴയിലെ ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. ആ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് തൊടുപുഴത്തെ ജനം അടിമ മനസ്സുള്ള ജനമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. തൊടുപുഴത്തെ ജനം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തൊട്ട് സമരരംഗത്ത് നിന്ന് ജയിലിൽ പോവുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത ധീരരായ പോരാളികളുള്ള, മണ്ണിനോട് മല്ലടിക്കുന്ന കൃഷിക്കാരുള്ള, തൊഴിലാളികളുള്ള സ്ഥലമാണ് തൊടുപുഴ. ആ തൊടുപുഴ അടിമത്ത മനസ്ഥിതി വിട്ട് ഈ പ്രാവശ്യം പി.ജെ. ജോസഫിൻ്റെ മകനെ ഇറക്കി മകനിലൂടെ ഇനി നിയോജകമണ്ഡലം നിയന്ത്രിക്കാം എന്ന ചിന്തയും മകന് സ്വന്തമായി ഉള്ള ഈ രാജ്യഭരണം ഏൽപ്പിക്കുന്നത് പോലെ ഏൽപ്പിക്കുന്ന ആ സംവിധാനം ജനാധിപത്യമല്ല. അതിനെതിരെ ജനം വിധി എഴുതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊടുപുഴത്തെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത വലിയ കുറ്റകരമായ ഒരു തെറ്റാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേരോട്ടമുള്ള നിയോജക മണ്ഡലമാണ്. അവരുടെ തന്നെ മുന്നണി സഖ്യകക്ഷിയായ മാണി ഗ്രൂപ്പിന് കൊള്ളാവുന്ന നേതാക്കളുള്ള സ്ഥലമാണ്. ആ നേതാക്കളെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച KE ആൻ്റണി, റെജി കുന്നംകോട്ട്, ജിമ്മി മറ്റത്തിപ്പാറ, ഈ നേതാക്കളും പ്രൊഫസർ ജെസ്സി ആൻ്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുള്ളപ്പോൾ വളരെ ദൂരെ നിന്ന് തൊടുപുഴ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരാളെ തൊടുപുഴ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ ആ മത്സരിപ്പിക്കുന്നതിൻ്റെ പിറകിൽ എവിടെയോ ഒക്കെ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞതുപോലെ എവിടെയോ എന്തോ ഒരു കുഴപ്പം ഉരുണ്ടുകൂടുന്നുണ്ട്. ആ കുഴപ്പം എന്ന് പറയുന്നത് അന്തർധാരയാണ്. പി.ജെ. ജോസഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെയും മാണി ഗ്രൂപ്പുമായിട്ട് നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ അന്തർധാരയാണ്. അതിന് ഇടനിലക്കാരായി നിന്നു കൊടുത്തിരിക്കുന്നത് CPM ആണ്. എന്തെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ CPM ആത്മാഭിമാനമുള്ള ആളുകളുടെ പാർട്ടിയാണ്. ആത്മാഭിമാനമുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാതെ NDAയുടെ സ്ഥാനാർത്ഥിയായ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ. ഈ അടുത്ത ഒരു വിഷയം, ഇപ്പോൾ ഈ അങ്ങ് ഓപ്പോസിറ്റായിട്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ താങ്കൾ ആരുമായിട്ടാണ് മത്സരം? ആരെയാണ് താങ്കൾ നേരിടുന്നത്? ഇപ്പോൾ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ
കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ചിത്രം തെളിഞ്ഞു വന്നപ്പോൾ ഞാനും UDF-ആയിട്ടാണ് മത്സരം നടക്കുന്നത്. LDF-ൻ്റെ സ്ഥാനാർത്ഥിയോ LDF-ഓ പിക്ചറിലില്ലാത്ത സ്ഥിതിയാണ്. ആ മത്സരത്തിൽ ഒരു സംശയവും വേണ്ട, അടിമത്ത മനസ്ഥിതി വിട്ട്, സ്വജന പക്ഷപാതം വിട്ട്, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന, സ്വന്തം മക്കളെ അവരോധിക്കുന്ന ഈ രീതിക്കെതിരെ കേരള കോൺഗ്രസ്സിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന വലിയൊരു തെറ്റുണ്ട്. KM മാണിക്ക് KM മാണിയുടെ മകൻ, ബാലകൃഷ്ണപിള്ളയ്ക്ക് ബാലകൃഷ്ണപിള്ളയുടെ മകൻ, PJ ജോസഫിന് PJ ജോസഫിൻ്റെ മകൻ, TN ജേക്കബിന് TN ജേക്കബിൻ്റെ മകൻ, ഇങ്ങനെ വന്നപ്പോൾ കേരള കോൺഗ്രസ്സുകൾ അന്യം നിന്ന് പടം മാത്രം സൂക്ഷിക്കുന്ന പാർട്ടികളായി ജനഹൃദയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. അതിന് ആരംഭം കുറിക്കുന്നതിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായി തൊടുപുഴത്തെ പ്രിയങ്കരായ ജനങ്ങൾ മാറ്റും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മറ്റൊരു വിഷയം, നമ്മുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പോൾ ആകെ വോട്ടർമാരുടെ എണ്ണം, അതിനോടൊപ്പം തന്നെ NDA സ്വരൂപിക്കുന്ന വോട്ടുകളുടെ എണ്ണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് പാറ്റേൺ, അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വിജയം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന മാറ്റം അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റമാണ്. അത് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രാഭവത്തിലും അദ്ദേഹത്തിൻ്റെ കരുത്തിലും NDAയുടെ കേന്ദ്രത്തിലെ നയവ്യതിയാനങ്ങളിലുമാണ് അതിൻ്റെ മാറ്റം പ്രകടമായത്. കേന്ദ്ര ഗവൺമെൻറ്റിന് മോദിജിയോടുള്ള ജനങ്ങളുടെ ഇഷ്ടം അത് ഇപ്രാവശ്യം വോട്ടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് NDAയുടെ വിജയത്തിൻ്റെ ആണിക്കല്ല് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വോട്ടിംഗ് പാറ്റേൺ കൂടി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വോട്ട് സ്വരൂപിക്കാം? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വരൂപിച്ച വോട്ടുകളുടെ എണ്ണവും അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻ, എങ്ങനെയാണ് നിങ്ങൾ വിജയസാധ്യത പറയുക? വിജയസാധ്യത എന്ന് പറയുന്നത് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നിലവിൽ BJP-യാണ്. BJP കഴിഞ്ഞ ഓരോ പ്രാവശ്യവും നില മെച്ചപ്പെടുത്തുന്നു മാത്രമല്ല, കഴിഞ്ഞ 5 വർഷമായി BJP-യോട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന സമീപനം മാറിയിട്ടുണ്ട്. BJP തുടർന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളവും നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വർഗീയ പ്രീണനങ്ങൾക്ക് അറുതി വരുത്തണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലും തൊടുപുഴയിലുമുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷമാണ് എന്ന ഒരവകാശം കൊണ്ട് മുഴുവൻ സമൂഹത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കുള്ള സമീപനം മാറണം എന്ന് NDA ആഗ്രഹിക്കുന്നുണ്ട്, തൊടുപുഴത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന മാറ്റം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗം കേരളത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മൈക്രോ മൈനോറിറ്റിയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ഇവിടുത്തെ പ്രകടന പത്രികയിൽ ഈ പ്രാവശ്യം ഞങ്ങൾ 2020-യുടെ ഏറ്റവും പ്രധാന ആവശ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 6 മാസത്തിനകം സെൻട്രൽ ഗവൺമെൻറ് ആക്റ്റായി കൊണ്ടുവരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണമുണ്ടാവും. ആ സംരക്ഷണവും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് ഗുണകരമായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ അകന്നു നിൽക്കുന്ന മതസമൂഹങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ NDA പ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വളരെ തെറ്റായ ഒരു കുപ്രചരണം രാജ്യം മുഴുവൻ നടക്കുന്നത് മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ഈ ഇന്ത്യയിലെ BJP സർക്കാർ അല്ലെങ്കിൽ BJP ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ വേട്ടയാടുന്നു, കൊല്ലുന്നു, അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു എന്ന് വലിയൊരു കുപ്രചരണം അത് നടത്തുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു കോൺഗ്രസിൻ്റെ പ്രൊഫഷണൽസ് നടത്തുന്ന ഒരു ആരോപണമാണ്. ഒരു സ്ഥലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP മാത്രം അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിൽ ഒരു ന്യൂനപക്ഷ വേട്ടയും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഗ്രസീവായി കോൺഗ്രസ്സിന് ജയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് 50 കൊല്ലമായി നടത്തിയിരുന്ന ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തരംതിരിച്ച്, ജാതി തിരിച്ച്, അവരെ വേർതിരിച്ച് അവരുടെ മനസ്സിലുണ്ടാക്കിയ ആ മുറിവ്
കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിജി അത് മാറ്റുന്നതിനുള്ള കഠിന ശ്രമത്തിലാണ്. അവരെ എല്ലാവരെയും രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഒരു സംശയവും വേണ്ട. 10 വർഷത്തിനുള്ളിൽ ഈ കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും NDA സഖ്യം ഭരണത്തിലെത്തും. അതിലേക്കുള്ള ചുവടുവയ്പ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ശ്രീ റോയി വാരിയട്ട്, നമ്മുടെ ഈ ജില്ലയുടെ ഒരു പ്രദേശമാണ് ലോ റേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശമാണ് തൊടുപുഴ. ഈ തൊടുപുഴ ഒഴിച്ചുള്ള മറ്റ് പ്രദേശങ്ങളിൽ വെച്ചാൽ ഹൈ റേഞ്ച് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള വനവൽക്കരണ നടപടി, വന്യമൃഗ ശല്യം, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ NDAയുടെ നിലപാടെന്താണ്? പലപ്പോഴും ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പറയുന്നത് അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇതൊന്നും നിയന്ത്രിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ തൊടുപുഴ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും കാട്ടാന ശല്യമുണ്ട്, വന്യജീവികൾ ഇറങ്ങുന്നു. ഇത്തരം പ്രശ്നങ്ങളെ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങും അങ്ങയുടെ പാർട്ടിയും അതോടൊപ്പം തന്നെ BJPയും ഉൾപ്പെടുന്ന ഈ കക്ഷികളെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ തരണം ചെയ്യാൻ? ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിന് ഒരു 30 ദിവസത്തെ സമയം സത്യത്തിൽ ധാരാളമാണ്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഒരു 3 ടയർ ഫെൻസിങ്ങും അത് കഴിഞ്ഞിറങ്ങുന്ന മൃഗങ്ങളെ 2 പ്രാവശ്യം വെടിവെച്ച് കൊല്ലുകയും ചെയ്താൽ ഈ മൃഗങ്ങളൊക്കെ അപകടമാണ് എന്ന് കണ്ടാൽ ആ പ്രദേശത്തേക്ക് വരാതിരിക്കാനുള്ള ബുദ്ധിയുള്ളവരാണ്. ഇപ്പം നടക്കുന്നു എന്ന് പറയുന്നത് വനം വകുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റ് സ്ഥലത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഭരണകക്ഷിയിലുള്ളവരും ഒക്കെ ഇതെല്ലാം ഒരു ധനസമ്പാദനത്തിനുള്ള അഴിമതിക്കുള്ള ഒരു അരങ്ങായി മാറ്റിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിന് വളരെ നിസ്സാരമായി ഭംഗിയായി കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യം അനിശ്ചിതമായി കേരളത്തിൽ മാത്രമായി പ്രശ്നമുള്ളത്. കർണാടകത്തിലും തമിഴ്നാട്ടിലെ ബഹുമാന്യായ മുഖ്യമന്ത്രി സ്റ്റാലിൻ വനാതിർത്തി വിട്ട് പുറത്തിറങ്ങുന്ന വന്യമൃഗത്തെ അത് ഏത് മൃഗമായാലും വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട് നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇപ്പോൾ വന്യമൃഗശല്യം ഇല്ലല്ലോ. തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമായി പ്രശ്നമുള്ളത്. അത് ഇച്ഛാശക്തിയുള്ള, അത് പ്രകൃതി സ്നേഹികളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ അത് ഏതെങ്കിലുമൊക്കെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ AC ഹാളിലിരുന്ന് TV കണ്ട് പറയുന്ന അഭിപ്രായം കേട്ടല്ല രാജ്യം ഭരിക്കേണ്ടത്. മണ്ണി പണിയെടുക്കുന്ന കൃഷിക്കാരൻ്റെയും തൊഴിലാളിയെയും അവൻ്റെ കുടുംബത്തെയും ശല്യം ചെയ്യുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊന്ന് അതിനെ കത്തിച്ച് കളഞ്ഞാൽ അത് കഴിഞ്ഞ് ഫെൻസിങ് കൂടി നടത്തിയ ഒരു മൃഗശല്യവും ഈ കൃഷിക്കാർക്കുണ്ടാകുകയില്ല. ഈ വനവൽക്കരണ നടപടികൾ ഇപ്പോൾ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ 48,000-ഓളം ഹെക്ടർ ഭൂമി കർഷകരുടേത് ഉൾപ്പെടെ പിടിച്ചെടുത്ത് വനമാക്കിയിട്ടുണ്ട്. പലപ്പോഴും വിതരണം ചെയ്ത ഭൂമി പോലും, പ്രത്യേകമായിട്ട് ആദിവാസികൾക്ക് കൊടുത്ത ഭൂമി പോലും സർക്കാർ ഈ 10 വർഷത്തിനിടയിൽ വനവൽക്കരണം നടത്തുന്നു. ഈ വനവൽക്കരണ നടപടികളോട് NDAയുടെ നിലപാടെന്താണ്? വനവൽക്കരണ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനം സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് കേരളം. വീണ്ടും വനം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് അതിന് വേണ്ട വനവൽക്കരണം നടത്തുന്നു, സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിറകിൽ വലിയ കോടിക്കണക്കിന്, നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ഈ ആളുകൾ പുറത്ത് പറയാതെ, പുറത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ചിന്തയിൽ പറയാതെ മൂടി വച്ചിരിക്കുന്ന ചില സത്യങ്ങളാണ്. കാരണം ഈ കാർബൺ പുറന്തള്ളപ്പെടുന്നത് ക്രമവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടി ലോകത്തെ വലിയ രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അതിൻ്റെ വനവൽക്കരണം വർദ്ധിപ്പിച്ച് ഇതിൻ്റെ ഓക്സിജൻ സപ്ലൈ കൂട്ടണം എന്ന് പറഞ്ഞ് നടത്തുന്നതിന് അവർ വലിയ വ്യവസായ രാജ്യങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കുമ്പോൾ അതിൻ്റെ ഒരു വീതം കേരളത്തിൽ ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ഭരിക്കുന്ന ആളുകൾക്കും കിട്ടുന്നത്. അത് വീതം വെക്കുന്നതിൻ്റെ ആഘോഷമാണ് ഈ ആന പുറത്തേക്ക് ഇറങ്ങുന്നതും കാട്ടുപന്നി പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ സ്ഥിരമായി വന്യമൃഗശല്യം പുറത്തേക്ക് ഇറങ്ങുന്നതും അതിനുശേഷം അതിനെ ഓടിക്കുന്നതും ഒക്കെ വാർത്തയായി മാറി അതിൻ്റെ മറവിൽ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട്. ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ കർക്കശമായ നിലപാടുണ്ടാവും. കൃഷിക്കാർക്ക് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, ഈ മേഖലകളിൽ താമസിക്കുന്ന മക്കൾക്ക് വേണ്ടി എൻ്റെ കർക്കശ നിലപാടുണ്ടാവും. അതിനകത്ത് വെള്ളം ചേർക്കലുണ്ടാകുകയില്ല.
അതിനകത്ത് ആരുടെയും സൗകര്യത്തിന് നിന്നു കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. അവസാനമായി ഈ അഭിമുഖം പൂർത്തിയാകും മുമ്പ് അങ്ങേക്ക് ഈ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തെയും ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വോട്ടർമാരോടും ഒരു പ്രാവശ്യം എനിക്ക് ഒരു ചാൻസ് തന്നാൽ, ഒരു പ്രാവശ്യം എന്നെ തിരഞ്ഞെടുത്താൽ 50 വർഷം തൊടുപുഴ നടക്കാത്തത്, ഈ ജില്ലയിൽ നടക്കാത്തത് എന്നെക്കൊണ്ട് നടത്താൻ സാധിക്കും. ഈ ജില്ലയുടെയും ഈ തൊടുപുഴയുടെയും മുഖം മാറും. ജനങ്ങൾക്ക് എന്നെ കാണാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ടാവും. വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കും എന്ന് ഉറപ്പ് പറയാനും, തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്താൽ മാസത്തിൽ 2 ദിവസം ഞാൻ തൊടുപുഴ സിവിൽ സ്റ്റേഷനിലുണ്ടാവും. മാസത്തിൽ 2 ദിവസം NDAയുടെ ഓഫീസിലുണ്ടാവും. തൊടുപുഴയിൽ ടൗണിൽ ആളുകൾക്ക് വരാനുള്ള സൗകര്യത്തിന് ഒരു ഓഫീസുണ്ടാവും. ആളുകൾക്ക് എന്നെ കാണാനും സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കഴിഞ്ഞ 50 വർഷമായി തൊടുപുഴത്തെ നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്ക്, വോട്ടർമാർക്ക് തിരഞ്ഞെടുത്ത MLAയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വീടിന് മതിൽ ഗേറ്റില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വാതിലിലൂടെ പാവപ്പെട്ടവന് കയറാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ആ അടിമ മനസ്ഥിതി മാറി മുഴുവൻ ആളുകൾക്കും എന്നെ കാണാനുള്ള അവസരം ഉണ്ടാവും. ഞാൻ ഓഫീസിലുണ്ടാവും, തൊടുപുഴത്തെ സിവിൽ സ്റ്റേഷനിലുണ്ടാവും, തൊടുപുഴത്തെ NDAയുടെ ഓഫീസിലുണ്ടാവും. ജനങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഈ തൊടുപുഴയുടെ മുഖം മാറും, ഈ ജില്ലയുടെ മുഖം മാറും. നിങ്ങളെന്നെ അനുഗ്രഹിക്കും. ഒപ്പത്തിൽ ഇത്രയും നേരം സംസാരിച്ചത് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോയി വാരികാട്ടാണ്. വളരെയധികം നന്ദി. ഓക്കെ.